വിവരണങ്ങളാണ്. എൻ്റെ കൂടെ എൻ്റെ സഹായത്തിനായി എൻ്റെ അസിസ്റ്റൻ്റ് അനിയത്തി സംഗീത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിവരങ്ങൾ പങ്കുവെക്കുന്നത് സ്നേഹയും സംഗീതയും കൂടെയാണ്. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആരംഭിക്കുകയായി. ഇതാണ് ഗേറ്റ്. പണ്ട് പുരാതനമായി നിർമ്മിച്ച ഗേറ്റിൻ്റെ തൂണുകളാണ് ഈ കാണുന്നത്. മിക്ക സംഗീത ഈ കാണുന്നത്. ഈ രണ്ട് തൂണുകളിലും പണ്ട് വുഡൻ ഗേറ്റ് ആയിരുന്നു. നല്ല ഉയരത്തിലുള്ള വുഡൻ ഗേറ്റ് ആയിരുന്നു. അത് ദ്രവിച്ചു പോയപ്പോൾ അയൺ ഗേറ്റ് വെല്ലിപ്പ കൊണ്ട് വെച്ചതാണ്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസാനത്തെ തെങ്ങിൻ്റെ ബാക്കി ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. അതൊരു കാറ്റത്തും വീടിൻ്റെ മടക്കോട്ട് മറിഞ്ഞു വീണതായിരുന്നു. അതുകൊണ്ട് അത് മുറിച്ച് മാറ്റി. പിന്നെ അതിന് പകരമൊക്കെ നട്ട ചെടികളാണ്. ഇത് മാനസിക മോഷിക്കൊണ്ടുവന്ന നട്ടതാണ്. പിന്നെ ഈ കാണുന്ന എല്ലാം അലമാൻ്റെ ചെടികളാണ്. ഇതെല്ലാം മാങ്ങാത്തൂന്ന് കൊണ്ടുവന്നതാണ്. ഇത് തെങ്ങും കണ്ടോ, യുദ്ധത്തിൻ്റെ കാഠിന്യം കാരണം അതെല്ലാം കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നതാണ് കൊന്നമരം. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കൊന്നമരത്തിന് എൻ്റെ പ്രായമാണ് ഉള്ളത്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അപ്പ എനിക്ക് വേണ്ടി നട്ടുവെച്ചതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് മാത്രമേ ഇത് പൂക്കാറുള്ളൂ. പിന്നെ നിത്യേന പൂക്കുന്ന പാല. ഇതിൻ്റെ കമ്പ് നാട്ടുകാരെല്ലാം ഒടിച്ചൊടിച്ച് ചെടി ഇത്ര ശോഷിച്ച് പോയിരിക്കുന്നു. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ പൂമുഖം, വരാന്ത വിത്ത് 4 സൈഡിങ് ഓപ്പണിംഗ് ഡോറ്. പിന്നെ അവിടുത്തെ അമ്മച്ചി തൂക്കുന്നുണ്ട്. ഇത് സൺസെറ്റ് കാണുന്ന സൺസെറ്റ്. അപ്പുറത്തെ വീട്ടിൽ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. അപ്പുറത്തെ വീടിനൊക്കെ നമുക്ക് തുറന്നുണ്ട്. പിന്നെ നമുക്കെന്നാൽ ഇനി പുറകിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ തയ്യൽ കടയിലേക്കാണ്. പിന്നീട് ഇത് ബ്യൂട്ടി പാർലറായി രൂപാന്തരപ്പെടുന്നതായിരിക്കും. അമ്മ ഇവിടെ നിന്നാണ് ദിവസം തയ്ക്കുന്നത്. തയ്യൽ കടയിൽ ചെന്നതിനേക്കാൾ ഇപ്പോൾ ഇത് കാണുന്നത് ചെടികളാണ്. ഞങ്ങളുടെ തോട്ടമാണ്. സ്വർഗത്തിലേക്ക് വളർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കോവയ്ക്കടി. കാരണം ഒരു കോവയ്ക്ക പോലും പറിക്കാൻ പറ്റുന്നില്ല. വളരെ മൈന്യൂട്ടായ ഒരു ആർട്ടിച്ചക്ക ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ആർട്ടിച്ചക്ക കേട്ടോ. ഇതാണ് കോവയ്ക്ക. ഇവിടെ 2 ഉണ്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്വർഗത്തിലാണ്. ഇനി ഇത് തെങ്ങൻ തൈകളാണ്. നമ്മുടെ കോവലിങ്ങനെ പോയി മാവിലേക്ക് കയറുന്നു. ഇതുവരെ കഴിക്കാത്ത മാവ്. പിന്നെ ബീഗുഡിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന റെഡ് ഗ്രാമിൻ്റെ ചെടിയാണ് ഈ കാണുന്നത്. 2-3 പോട്ടുണ്ടെങ്കിലും അത് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത് സർപ്പകിൻ്റെ ചെടി. അതിൽ ഫുള്ള് നല്ല ഫ്രൂട്ട്സാണ്. പിന്നെ വഴിയിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് വന്ന മുള്ളുചെടി, തുളസി. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ തന്നെ കൃഷിയിടമായ കറിവേപ്പില തോട്ടം. പിന്നെ പുളിമല നമ്മൾ കാണാം. പുളിമലയുടെ വിവരണം നേരത്തെ നൽകിയിരുന്നു. പുറകിൽ അമൃതലാൽ ഡോക്ടറിൻ്റെ വീടാണ്. ഒരു കാർഷിക കുഴപ്പമില്ല. പിന്നെ ഇത് അമ്മയുടെ മുളക്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുളിമരത്തിൽ എൻ്റെ അസിസ്റ്റൻ്റ് ചാരി നിൽക്കുക. അത് മിക്കവാറും ഒടിഞ്ഞ് വീഴുന്നതാണ്. അത് ഞങ്ങളുടെ പണ്ടത്തെ കുളിമുറിയാണ്. ഇപ്പുറത്താണ് ഗിരിക്കുട്ടി എൻ്റെ വീടാണ്. പണ്ട് വേറെ വീടായിരുന്നു. ഇത് പണ്ട് പുതിയ വീടാണ്. പിന്നെ പുറകിലേക്ക് ദൃശ്യങ്ങൾ ഇതാണ്. ഉപ്പാപ്പൻ്റെ പുരയിടം വെറുതെ വിജനമായി കിടക്കുന്നു. ഞങ്ങളുടെ എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. മൈലാഞ്ചി ചെടി കരിഞ്ഞു പോയാ. ഇതൊക്കെയാണ് പുറകിലത്തെ സ്ഥിതി. ഇത് ഞങ്ങളുടെ പഴയ അടുക്കളയുടെ ഭിത്തിയിലാണെങ്കിൽ പണ്ട് ഞാനും അമ്മയും കൂടെ വരച്ച് വെച്ച കുതിരയെ കാണാവുന്നതാണ്. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കുതിരയെ കാണാവുന്നതാണ്. കുതിരക്കാരുമായി അസിസ്റ്റൻ്റ് പണി ഒഴിവാക്കി പോകുന്നു. അപ്പോൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.